ഹലോ എല്ലാവർക്കും ഏതോ ജന്മ കൽപ്പന പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ കൂട്ടുകാരെ ഇന്നത്തെ പ്രൊമോയിലെ നമ്മുടെ ശ്രുതി തിരികെ വീട്ടിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പൊ ശ്രുതി ഇങ്ങനെ ഫോണിൽ ആരൊക്കെയോ വിളിക്കാൻ പോകുന്നതും ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഭയക്കുന്നതുമായിട്ട് നമ്മുടെ മുത്തശ്ശിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. മുത്തശ്ശി അടുത്ത് വരുമ്പോൾ നമ്മുടെ ശ്രുതി ആകപ്പാടെ ഒഴിഞ്ഞു മാറി പോകുക. അപ്പൊ നമ്മുടെ ശ്രുതിയുടെ അടുത്ത് വന്ന് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, നിനക്ക് കുഞ്ഞിൻ്റെ അടുത്ത് പോകാനുള്ള എല്ലാ സൗകര്യവും ഞാനും അഞ്ജലിയും കൂടി ഒരുക്കിയതായിരുന്നു, പക്ഷെ നീ പോയില്ല, നീ എന്തൊക്കെയോ ന്യായീകരണങ്ങൾ പറഞ്ഞ് തിരികെ വന്നു. ഇപ്പോൾ ദാ എന്തൊക്കെയോ ഒളിക്കുന്ന പോലെയും എനിക്ക് തോന്നുന്നുണ്ട്. നിന്നെ സ്നേഹിച്ചത് അബദ്ധമായി പോയി എന്ന് തോന്നിപ്പിക്കുകയാണോ നീ ഞങ്ങളെയൊക്കെ എന്ന് നമ്മുടെ ശ്രുതിയോട് നമ്മുടെ മുത്തശ്ശി കുറച്ച് ദേഷ്യപ്പെട്ട് തന്നെയാട്ടോ സംസാരിക്കുന്നത്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ മനോരമയും നമ്മുടെ എൻ.കെയും തമ്മിൽ എന്തൊക്കെയോ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ അഞ്ജലി തലകറങ്ങി വീഴുക. അപ്പോഴത്തേക്കും നമ്മുടെ മനോരമയും എൻ.കെയും കൂടെ ഉണ്ടാകും. അപ്പം അവരെ ഇങ്ങനെ താങ്ങി പിടിച്ചൊക്കെ നമ്മുടെ അഞ്ജലി സോഫയിലൊക്കെ കൊണ്ടുപോയി ഇരുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ആകാശ് വരുന്നുണ്ട്. അപ്പോൾ ആകാശ് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ പെട്ടെന്ന് ഇങ്ങനെ തലകറങ്ങി എന്ന് ചോദിക്കുമ്പോൾ എൻ.കെ പറയുന്നുണ്ട്, ചിലപ്പോൾ ഞാനും മനോരമ ആൻറ്റിയും സംസാരിച്ചത് കേട്ടിട്ടാകും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആകാശ് പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് സംസാരിക്കാൻ? അപ്പോഴാണ് എനിക്ക് പറയുന്നത്, അശ്വിൻ ഇതുവരെ ലണ്ടനിൽ എത്തിയിട്ടില്ല, അശ്വിൻ എവിടെയോ മിസ്സിംഗ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്ന ഒരു രംഗത്തിൽ തന്നെ കേട്ടോ കൂട്ടുകാരെ പ്രൊമോ അവസാനിക്കുന്ന. പിന്നെ എന്തൊക്കെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത്? നമ്മുടെ ശ്രുതി ഭയങ്കര ടെൻഷനിലാണ്. അശ്വിൻ എവിടെ പോയി? ആരെങ്കിലും അശ്വിനെ എന്തെങ്കിലും ചെയ്തോ? ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയതാണോ എന്നൊക്കെ അറിയാൻ പാടില്ലാതെ ആകപ്പാടെ മൊത്തത്തിൽ സീനാട്ടോ നമ്മുടെ ഏതോ ജന്മ കൽപ്പനയില്. കാത്തിരുന്ന് എന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.